വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ കാഷ്യൂനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു പുഡിങ്ങാണിത്. അപ്പോൾ എങ്ങനെയാണ് കാഷ്യൂനട്ട് പുഡിങ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിലാണ് ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂറത്തേക്ക് സോക്ക് ചെയ്യാൻ മാറ്റി വെക്കണം. ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് പിന്നെ ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി സോക്ക് ചെയ്ത് വെക്കണം. ഇവിടെ ഒരു 1/2 കപ്പോളം നിറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് 3/4 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാലൊന്ന് തിളച്ച് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പാലിലേക്ക് പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് മിക്സ് ചെയ്യാതിരുന്നാൽ. ഇപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാൽ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് അതൊന്ന് ആ വെള്ളം ഒന്ന് അരിച്ച് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമേ തന്നെ കാഷ്യൂനട്ട് ഒട്ടും വെള്ളമില്ലാതെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിലേക്ക് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും അടി പിടിക്കും പാലിൽ ഇട്ട് വരുമ്പോഴേക്കും. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാല് തിളച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം വൈറ്റ് ചോക്ലേറ്റും കാഷ്യൂനട്ട് പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കാഷ്യൂനട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ, ചൂട് പാലിലേക്ക് ചേർക്കുമ്പോൾ ഒന്ന് കട്ട പോലെ ആവുമെങ്കിലും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് വൈറ്റ് ചോക്ലേറ്റും നന്നായിട്ട് കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റ് ആണെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം കാഷ്യൂനട്ട് പേസ്റ്റും വൈറ്റ് ചോക്ലേറ്റും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടിത് നന്നായിട്ട് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് വേവിച്ചെടുക്കാം. ആ പാല് ചൂടാറാൻ മാറ്റി വെച്ചതിന് ശേഷം വേണം ചൈന ഗ്രാസ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്കവർക്കും ഈ ചൈന ഗ്രാസ് പുഡിങ് ചെയ്യുമ്പോൾ വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ചൈന ഗ്രാസ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പാൽ ആദ്യമേ തിളപ്പിച്ച് ചെറിയ ചൂടുള്ള പാലിലേക്ക് വേണം നമ്മൾ ഈ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൈന ഗ്രാസ് നന്നായിട്ട് വേവിച്ച് ശരിക്കും അതൊന്ന് മെൽറ്റായിട്ട് വരണം. ചൈന ഗ്രാസിൻ്റെ കട്ടകളെല്ലാം ശരിക്കും മെൽറ്റായിട്ട് വന്നവരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം മെൽറ്റായി വന്നിട്ടുണ്ട് ചൈന ഗ്രാസൊക്കെ. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പാല് ചെറിയ ചൂടുള്ള പാലിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള ചൈന ഗ്രാസ് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ശരിക്കും എല്ലാ ഭാഗവും ചൈന ഗ്രാസും പാലും ശരിക്കും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ സിലിക്കോൺ മൗൾഡാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സിലിക്കോൺ മൗൾഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ചെയ്താലും മതി. ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് മറിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തേക്കും. ഇപ്പോൾ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏതെങ്കിലും ഒരു ബൗളിലേക്ക് ഒഴിച്ചാൽ മതി, അങ്ങനെ തന്നെ വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് സെർവിങ് ബൗളിലേക്ക് തന്നെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് പുഡിങ് റെഡിയായി കിട്ടും. ഈ പുഡിങ് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പുഡിങ് അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് മൗൾഡിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബൗളിലേക്കോ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിൻ്റെ പകുതി മാത്രമേ ഈ മൗൾഡിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ വേറൊരു പ്ലേറ്റിലേക്കാണ്, ഒരു ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഈ സിലിക്കോൺ മൗൾഡിൽ നമ്മൾ പുഡിംഗ് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ നമ്മൾ 2 പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്കും സിലിക്കോൺ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കോരിക്കളയുന്നത് നല്ലതായിരിക്കും. മുകൾ ഭാഗത്ത് ആ ബബിൾസ് പോലെ വരുന്നതൊക്കെ ഒന്ന് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. 2 മണിക്കൂറോളം ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ സിലിക്കോൺ മൗൾഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ മറിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അതൊന്ന് തെന്നിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഷേപ്പ് അത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ആ ഷേപ്പിൽ നമുക്കത് കിട്ടും. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്തയും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കുറച്ച് കാഷ്യൂനട്ടും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും ചേർക്കാതെ തന്നെ ആണെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ ആ മറിഞ്ഞു പോയ പുഡിങ് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിങ് കൂടി ചെയ്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് പുഡിങ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.